Good morning students. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോറിലേഷനിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന തരത്തിലുള്ള ഡയറക്റ്റ് അല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. അതും കൂടി ഒരു 1-2 ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ചാപ്റ്റർ നിർത്താം. ശ്രദ്ധിക്കുക. അപ്പോൾ ആ 1-2 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. 1-2 ക്വസ്റ്റ്യൻ കൂടി ഞാൻ ബോർഡിൻ്റെ മുകളിൽ എഴുതാം, എന്നിട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യാനുള്ളത് find the correlation coefficient find the correlation coefficient if sigma xy samam 203. Sigma xy is equal to 203 and sigma x square എന്ന് പറയുന്നത് 400. Next sigma y square is equal to 190. അപ്പം നമുക്ക് ഫൈൻഡ് ദി കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്, നമ്മളോട് ഇതിൽ നിന്ന് കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 203, സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400, സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 190. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു, നമ്മുടെ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് കാണാൻ ആർ ഈസ് ഈക്വൽ ടു sigma xy divided by root of sigma x square root of sigma y square. ഇതാണ് സമവാക്യം വരിക കേട്ടോ. ശ്രദ്ധിക്കുക. ആർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ എന്നുള്ള ഇക്വേഷനാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി നമുക്കറിയാം സിഗ്മ എക്സ് വൈ എത്രയാണ്? 203. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 400 റൂട്ട് ഓഫ് 190 അല്ലേ. സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 203 ആണ്. സിഗ്മ എക്സ് സ്ക്വയർ പറഞ്ഞ റൂട്ട് ഓഫ് 400, സിഗ്മ വൈ സ്ക്വയർ പറഞ്ഞ റൂട്ട് ഓഫ് 190 ആണ് വരിക. എന്നിട്ട് നമ്മൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ റൂട്ട് കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.74. ഇത്രയാണ് നമുക്കതിൻ്റെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് ഐറ്റംസ് തന്നു, അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഗിവൺ ആർ ഈസ് ഈക്വൽ ടു, ആർ എന്ന് തന്നിട്ടുണ്ട്, ആർ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്, ആർ ഈസ് ഈക്വൽ ടു 0.8. ആർ എന്ന് പറയുന്നത് 0.8 ആണ്. നെക്സ്റ്റ് സിഗ്മ എക്സ് വൈ സമം, സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 60. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഈ ചിഹ്നം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 2.5. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ y is equal to 2.5. ഇനി സിഗ്മ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ സമം 90. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഐറ്റംസ്, ഫൈൻഡ് ദി number of items. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ശ്രദ്ധിക്കുക. ഗിവൺ ആർ ഈസ് ഈക്വൽ ടു, ആർ എന്ന് പറയുന്നത് 0.8, സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 60, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്ന് പറയുന്നത് 2.5,
സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 90. അപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഐറ്റംസ് കാണാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0.8 ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മുടെ സമവാക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഇപ്പോൾ സിഗ്മ എക്സ് വൈ ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ഇതല്ലേ നമ്മളിപ്പോൾ ഒരു സമവാക്യം പഠിച്ചത്. ഇതിൽ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത് വെച്ചെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ എന്തൊക്കെയാണ് വാല്യൂസാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? സിഗ്മ എക്സ് വൈ 60, പിന്നെ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് 90, സിഗ്മ വൈ സ്ക്വയർ തന്നിട്ടില്ല. അത് സമം എത്രയാണ്? നമ്മുടെ കോറിലേഷൻ തന്നിട്ടുണ്ട് 0.8 തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ സ്ക്വയർ ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് ഇതിനെ സ്ക്വയർ ചെയ്യുകയാണ് വേണ്ടത്. സ്ക്വയർ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഒപ്പം സ്ക്വയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ സ്ക്വയർ ചെയ്യുക. ഇക്വേഷനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിങ് അതിൻ്റെ റൂട്ട് കളയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടിയാണ് നമ്മൾ സ്ക്വയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ക്വയറിങ്, അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക നോക്കി നോക്കൂ. ഇതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3600, പിന്നെ 90നെ 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ട് പോയിട്ട് വെറും 90 ആവും അല്ലേ. 90 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ സമം 0.8ൻ്റെ 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയും 0.64 ഇങ്ങനെയായിട്ട് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലെന്ത് സിഗ്മ വൈ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക 3600 ക്രോസ് ആയിട്ട് ഇവിടെ അടിയിൽ എത്രയെന്ന അർത്ഥം? 1 എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിങ്ങനെ കേട്ടോ ക്രോസ് മൾട്ടിപ്ലൈ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ 3600 സമം 0.64 ഇൻറ്റു എത്ര വന്നു? 90 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ therefore സിഗ്മ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3600 ഡിവൈഡഡ് ബൈ 0.64 ഇൻറ്റു 90. ഏതിൻ്റെ കൂടെയാണോ നിൽക്കുന്നത് വെച്ചെങ്കിൽ അതാണ് അടിയിലോട്ട് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് 62.5 കിട്ടും. അതിൻ്റെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടുന്നു? 62.5 ആണ് വരുന്നത്. 62.5 വന്നു. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര തന്നിട്ടുണ്ട് കണക്കിൽ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്ന് പറയുന്നത് നമുക്ക് 2.5 തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ ഈസ് ഈക്വൽ ടു 2.5. ദെൻ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 62.5 ഡിവൈഡഡ് ബൈ എൻ വന്നു അല്ലേ. റൂട്ട് എൻ വന്നു അല്ലേ. റൂട്ട് എൻ. അപ്പം റൂട്ട് ഓഫ് ഇനി നമുക്കിതിനെ എങ്ങനെ ചെയ്യാം? ശ്രദ്ധിക്കുക. ചെയ്യുമ്പം അത് റൂട്ട് ഓഫ് 62.5 ഡിവൈഡഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു 2.5. ഇതിന് റൂട്ട് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുക കേട്ടോ. റൂട്ട് കളയാൻ വേണ്ടി രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ 62.5 ഡിവൈഡഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു 2.5 ഹോൾ സ്ക്വയർ. രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 62. എത്ര കിട്ടി? 5 ഡിവൈഡഡ് ബൈ എൻ സമം 2.5 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എൻ ഈസ് ഈക്വൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ നമ്മൾ എൻ ഇൻറ്റു 2.5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു വെച്ചാൽ 25 ഇൻറ്റു 25 പറഞ്ഞാൽ 62.5 അല്ലേ വരിക. 6.25 ആവും കേട്ടോ. 6.25
ഇതിനെ 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2 സ്ഥാനം മാറ്റണ്ടേ? അപ്പോൾ അത് കാരണം കൊണ്ടാണ് 6.25 വന്നത്. n ഇൻറ്റു 6.25 വന്നു. 6.25 എന്ന് പറയുന്നത് സമം എത്ര വന്നു? അത് ഈസ് ഈക്വൽ ടു എത്ര വന്നു? 62.5. അപ്പോൾ n ഈസ് ഈക്വൽ ടു 62.5 ഡിവൈഡഡ് ബൈ 6.25. അത് സമയം എത്ര വരും? 10 ആണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇത്രയാണ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ കണക്കും ഞാൻ ഒന്നുകൂടിയും പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ കണക്കിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗിവൺ ആർ ഈസ് ഈക്വൽ ടു, ആർ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, ആർ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് 0.8 തന്നിട്ടുണ്ട് അല്ലേ? ആർ സമം 0.8 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 60 ആണ് തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്ന് പറയുന്നത് 2.5 തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 90 തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് ദി നമ്പർ ഓഫ് ഐറ്റം. നമ്പർ എന്ന് പറഞ്ഞാൽ n ആണ് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഐറ്റംസ്, n എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സമവാക്യം എഴുതുക. സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ. ആ ഇക്വേഷൻ എഴുതി അല്ലേ? എന്നിട്ട് സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് തന്നിരിക്കുന്നത് വെച്ചെങ്കിൽ അത് എഴുതുക. റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ എഴുതുക. കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 0.8 ആണ്, അത് എഴുതുക അല്ലേ? ഇനി അതിൻ്റെ ആ റൂട്ട് കളയണം. നമുക്ക് അവിടുത്തെ റൂട്ട് കളയാൻ വേണ്ടി 2 സൈഡിലും ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? ഇതേമാതിരി വന്നിട്ട് അതിൻ്റെ ഇത് പോയി അല്ലേ? അതിൻ്റെ റൂട്ട് പോയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 62.5 കിട്ടി. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ n കാണാനുള്ളതാണ്. റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സിഗ്മ വൈ സ്ക്വയർ ബൈ n ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ ഇതിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് വെച്ചെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 2.5 ആണ് തന്നിരിക്കുന്നത്. ആ 2.5 നമ്മൾ ആ ഇക്വേഷനിൽ കൊടുത്തു. ആ ഇക്വേഷനിൽ കൊടുത്തപ്പോൾ അതിലെ റൂട്ട് കളയുന്നതിന് വേണ്ടി 2 സൈഡിലും നമ്മൾ എന്ത് ചെയ്തു? അതിനെ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തപ്പോൾ n ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. ഇങ്ങനെയാണ് എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടിയത്? 10 കിട്ടിയത് കേട്ടോ. മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് കണക്കിലോട്ട് പോവാം. ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് next question. Calculate the coefficient of correlation between the coefficient of correlation between calculate the coefficient of correlation between x and y series from the following data. അപ്പോൾ എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സീരീസ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. അതിൽ എക്സ് സീരീസ് വൈ സീരീസ്, ആദ്യത്തെയാണ് എക്സ് സീരീസ് ആണ്, രണ്ടാമത്തെ വൈ സീരീസ്. എക്സ് സീരീസും വൈ സീരീസുമാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് നമ്പർ ഓഫ് pairs of observation. Number of pairs of observation. എന്ന് പറയുന്നത് എക്സ് സീരീസിൽ 15, വൈ സീരീസിലും 15 ആണ് വരിക. എക്സിലും 15, വൈ സീരീസിലും 15. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ.
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3.01 മറ്റതിൽ 3.03 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. പിന്നെ കോവാരിയൻസ് between x and y is equal to 8.13 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. കാൽക്കുലേറ്റ് ദി കോയിഫിഷ്യൻറ്റ് ഓഫ്, ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ എന്താണ്, കാൽക്കുലേറ്റ് ദി കോയിഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ തന്നെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. കോയിഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സീരീസ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ, എത്ര ഒബ്സർവേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യത്തേൽ 50 തന്നിട്ടുണ്ട്, രണ്ടാമത്തെ സീരീസിലും 50 തന്നെയാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തേൽ 3.01 രണ്ടാമത്തേലും 3.03 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. കോവാരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് 8.13 ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. ഇങ്ങനെ കോവാരിയൻസ് തരുന്ന സമയത്ത് എന്താണ് നമ്മുടെ സമവാക്യം, ഇതൊക്കെ ഓരോ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുകയാണ്. ഓരോ മോഡൽ കണക്കുകൾ വ്യത്യാസമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനത്തെ ഒരു കോവാരിയൻസ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് കോറിലേഷൻ കാണുക വെച്ചെങ്കിൽ, കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ഈസ് ഈക്വൽ ടു, കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് കോവാരിയൻസ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ. എന്താണ് ഇക്വേഷൻ വെച്ചെങ്കിൽ കോവാരിയൻസ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ. അപ്പോൾ കോവാരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്, 8.13 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് എന്ന് പറഞ്ഞിട്ട് 3.01 തന്നിട്ടുണ്ട്. 3.01 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് തന്നെ 3.03. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യേ വേണ്ടു 0.89 എന്നുള്ളതാണ് അതിൻ്റെ എന്തായിട്ട് വരിക, കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോവാരിയൻസ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള സമവാക്യം കോവാരിയൻസ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്നുള്ളതാണ് വരിക. അപ്പോൾ കോവാരിയൻസ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 8.13 തന്നിട്ടുണ്ട്. ആ 8.13 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ 3.01 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈ എന്ന് പറഞ്ഞാൽ 3.03 അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, 0.89 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഇനി ഒന്നും പറയുന്നില്ല. ഇനി നമുക്കിതിൽ കോറിലേഷനിൽ നമ്മളെല്ലാം ഒരുവിധം എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ലാഗ് ആൻഡ് ലെഡ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു തിയറി ടോപ്പിക്കും കൂടി ഇതിൽ പറയുന്നുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ ലാഗ് ആൻഡ് ലെഡ് കോറിലേഷൻ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. നോക്കുക, ഫോർവേഡ് മൂവിങ് സീരീസിനെ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ് മൂവിങ് മറ്റേ ലാഗിങ് സീരീസ് എന്ന് പറയാം. ലാഗിങ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് മൂവിങ് സീരീസിനെ പറയുന്ന പേരാണ് ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിതിൽ പറയാം, നമുക്ക് പറയാവുന്ന തിയറി എന്ന് പറയുന്നത് ദർ ക്യാൻ ബി സം ടൈം ലാഗ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ എങ്ങനെയൊക്കെയാണ് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുന്നത്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കൊണ്ടാണ് അവിടെ ഡിഫറൻസ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ദർ ക്യാൻ ബി സം ടൈം ലാഗ് ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോളിയം ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ്. അപ്പോൾ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് വരുമ്പോഴാണ് ഇവിടെ ലാഗിങ് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്
For instance, we suppose that rise in price leads to rise in supply of goods. അല്ലേ, പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് എന്തിലും ചേഞ്ച് വരുന്നുണ്ട്, സപ്ലൈയിലും ചേഞ്ച് വരുന്നുണ്ട്. ഇഫ് പ്രൈസ് ചേഞ്ചസ് ഇൻ ടുഡേ സപ്ലൈ മെ നോട്ട് ചേഞ്ച് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ പ്രൈസ് വളരെയധികം വ്യത്യാസം വന്നാൽ സപ്ലൈ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഇറ്റ് മേ ടേക്ക് 5 or 6 months to adjust itself to change the price. Such a different period of change is called lag എന്ന് പറയുന്നത്. അല്ലേ, ഇപ്പം നമ്മൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ ഒരു സാധനത്തിൻ്റെ പ്രൈസ് വളരെയധികം ഇൻക്രീസ് ചെയ്തു. ആ പ്രൈസ് വളരെയധികം ഇൻക്രീസ് ചെയ്തപ്പോൾ സപ്ലൈ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യുന്നില്ല. ആ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3-4 മാസം നമുക്ക് തന്നെ എടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാഗിങ് എന്ന് പറയുന്നത്. When two series are given, one may be leading and other may be lagging. In other words, forward moving series is known as leading series. ഫോർവേഡ് മൂവിങ്ങിനെ ലീഡിങ് എന്നും പിന്നെ അതേമാതിരി ഫോളോയിങ് സീരീസ് ഈസ് നോൺ ആസ് ലാഗിങ്. അപ്പം നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡിങ്ങും ലാഗിങ്ങും എന്താണ് എന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് മൂവിങ് സീരീസിനെ ലീഡിങ് എന്നും ഫോളോയിങ് സീരീസിനെ ലാഗിങ് എന്നും നമ്മൾ പറയുന്നു. ശ്രദ്ധിക്കുക, when two series are given, one may be leading and other may be lagging. In other words, forward moving series is known as leading series എന്നും following series is known as lagging series എന്നും പറയുന്നു. ഇത്രയാണ് നമുക്കപ്പോൾ ആ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനി ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ആ കോറിലേഷൻ എന്നുള്ള ചാപ്റ്ററാണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പം നമ്മൾക്കിനി ആ ചാപ്റ്ററിനെ പറ്റി ചുരുക്കി ഒന്നുകൂടിയും പറഞ്ഞു തരാം. നമുക്ക് അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് പറയാം. അപ്പം നിങ്ങൾ വാട്ട് ഈസ് മെൻ ബൈ കോറിലേഷൻ പഠിക്കുക. അല്ലേ, കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോറിലേഷൻ എന്ന് പറയുന്നത്. ഒന്നിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മറ്റതിൻ്റെയും വാല്യൂ ചേഞ്ച് എല്ലാം ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് എന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് എന്നും പറയുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ. പിന്നെ ലീനിയർ കോറിലേഷൻ പറഞ്ഞു. അല്ലേ, കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ ലീനിയർ എന്നും, നോട്ട് കോൺസ്റ്റൻറ്റ് റേഷ്യോയിലല്ല ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നോൺ ലീനിയർ എന്നും പറയുന്നു. പിന്നെ സിമ്പിൾ കോറിലേഷൻ, മൾട്ടിപ്പിൾ, പാർഷ്യൽ കോറിലേഷൻ. അല്ലേ, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നതാണ് സിമ്പിൾ കോറിലേഷൻ. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഒരു സൈഡിലും മറ്റുള്ള വേരിയബിൾ മറ്റൊരു സൈഡിലും ആയിരിക്കും. അല്ലേ, എന്നിട്ട് അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പാർഷ്യൽ കോറിലേഷനിൽ അവ തമ്മിലുള്ള അസോസിയേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കണക്കുകളാണ് നമ്മൾ പഠിച്ചത്. അല്ലേ, അതിൽ പ്രധാനമായും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് എന്ന് പറയുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് എപ്പോഴും വരാറും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെല്ലാ മെത്തേഡുകളും നല്ല രീതിയിൽ നോക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പ്രോബബിൾ എറർ പറഞ്ഞു. അല്ലേ, പ്രോബബിൾ എറർ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ വളരെ റിപ്പീറ്റഡ് റാങ്കാണ് കൂടുതലായിട്ടും വരാറുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്, അത് തിയറിയാണ് ചോദിക്കാറുള്ളൂ, പ്രോബ്ലം വരാറില്ല. ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിതിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോറിലേഷൻ ചാപ്റ്റർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് റിഗ്രഷൻ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പം കോറിലേഷൻ കഴിഞ്ഞു, ഇനി റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ ഒന്നിൻ്റെ വാല്യൂ തരും, അതിൽ നിന്ന് മറ്റതിൻ്റെ വാല്യൂ ഇന്നതായിരിക്കും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയോ പ്രെഡിക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേഷൻ ആൻഡ് പ്രഡിക്ഷൻ ഓഫ് അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദി നോൺ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യുന്നു അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദി നോൺ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. അല്ലേ, അപ്പോൾ നമ്മൾക്ക് അറിയാത്ത വേരിയബിളിൻ്റെ വാല്യൂ അറിയുന്നതിൽ നിന്ന് ഇന്നതാണ് എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയോ പ്രെഡിക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് വാല്യൂസ് എക്സും വൈ തന്നെയാണ് തന്നു വെച്ചെങ്കിൽ എക്സിൻ്റെ വാല്യൂ തരും,
അതിൽ നിന്ന് നമ്മുടെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വൈയുടെ വാല്യൂ തരും, അതിൽ നിന്ന് നമ്മൾ എന്തിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. കുറച്ച് തിയറി പാർട്ട് ഉണ്ട്, അതെടുത്തിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കാണാനുള്ളത് എക്സ് ഓൺ 2 ഇക്വേഷൻസ് ആണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സുമാണ് കാണാനുള്ളത് കേട്ടോ. അതിനനുസരിച്ച് ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് തന്നു വെച്ചെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു, വൈയുടെ വാല്യൂ ആണ് തന്നു വെച്ചെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്തിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ശ്രദ്ധിക്കുക, റിഗ്രഷൻ അനാലിസിസ് ഇൻ ദ ജനറൽ സെൻസ് മീൻസ്, റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റിമേഷൻ ഓർ പ്രെഡിക്ഷൻ ഓഫ്, നമ്മൾ പറഞ്ഞു ഒന്നുകിൽ എസ്റ്റിമേറ്റ് ചെയ്യുക, വിലയിരുത്തുക, പ്രെഡിക്റ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താ അർത്ഥം? മുൻകൂട്ടി പറയുക അല്ലേ. എസ്റ്റിമേഷൻ ഓർ പ്രെഡിക്ഷൻ ഓഫ് അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ, നമുക്ക് അൺനോൺ, നമുക്ക് അറിയാത്ത വാല്യൂ അല്ലേ, വൺ വേരിയബിൾ ഫ്രം ദി നോൺ വാല്യൂ ഓഫ് അതർ വാല്യൂ, നമുക്ക് അറിയുന്നതിൽ നിന്ന് ഒന്നെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നു. അപ്പോൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മീൻസ് എസ്റ്റിമേഷൻ ഓർ പ്രെഡിക്ഷൻ ഓഫ് unknown value of one variable from the known value of other variable. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. 2 തരത്തിലാണ് വാല്യൂസ് ഉള്ളത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് പറഞ്ഞാൽ എന്താ? ഡിപ്പെൻഡ് ചെയ്യാൻ ആശ്രയിക്കുക, മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ഡിപ്പെൻഡൻ്റ് എന്നും, അതല്ല സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയും. ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ആശ്രയിക്കാണ്ടെയാണ് സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും പറയുന്നു. ശ്രദ്ധിക്കാം, in regression analysis there are 2 types of variable. 2 തരത്തിലാണ് വേരിയബിൾസ് വരുന്നത്. the variable whose value is influenced and is to be predicted അല്ലേ, ഇൻഫ്ലുവൻസ് ചെയ്യുക അതുപോലെ പ്രെഡിക്റ്റ് ചെയ്യുക, അതിനെയാണ് സ്വാധീനിച്ചിട്ട് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നു. The variable which influence the value or is used for prediction is called independent variable. ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ, നമ്മൾ ഒന്നിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാതെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നു. The variable which influences the values or is used for prediction is called independent variable. ഇനി നോക്കുക, സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. എന്താണ് സിമ്പിൾ റിഗ്രഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വെൻ ദർ ആർ ഓൺലി 2 വേരിയബിൾ, റിഗ്രഷൻ 2 വേരിയബിൾസേ ഉള്ളൂ, അപ്പോൾ എക്സും വൈയും, അങ്ങനെ 2 വേരിയബിൾസേ ഉള്ളൂ വെച്ചെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു റിഗ്രഷൻ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. When there are only 2 variable, a regression equation is obtained. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് പറയുന്നത്, ഇൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് there are more than 2 variable. We try to find out the effect of 2 or more independent variable on one dependent variable അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? 2ൽ കൂടുതൽ വേരിയബിൾസ് വരികയാണ് ചെയ്യുന്നത്. അതിൽ ഇൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് there are more than 2 variables. We try to find out the 2 or more independent variable on one dependent. 2ൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതലോ എന്ത് വേരിയബിളാണ് വരുന്നത്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരുന്നു, അതിൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും വരുന്നു. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നു. അപ്പം നമ്മൾ പറഞ്ഞു റിഗ്രഷൻ അനാലിസിസ് എന്താ പറഞ്ഞു അല്ലേ. റിഗ്രഷൻ അനാലിസിസ് പറഞ്ഞാൽ എസ്റ്റിമേഷൻ ഓർ പ്രെഡിക്ഷൻ ഓഫ് അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദി നോൺ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 2 തരത്തിലാണ് വാല്യൂസ് ഉള്ളത്. ഒന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടാണ് എസ്റ്റിമേഷനൊക്കെ നടത്തുന്നതെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു സിമ്പിൾ റിഗ്രഷനും മൾട്ടിപ്പിൾ റിഗ്രഷനുമാണ് പറയുന്നത് അല്ലേ. 2 വേരിയബിൾസ് തമ്മിലുള്ള റിഗ്രഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ 1 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അതിൽ 1 ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നു. ഇനി അടുത്തത്
ലീനിയർ ഓർ നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറയാം. അപ്പം നമ്മൾ എന്താണ് റിഗ്രഷനെ രണ്ടായിട്ട് ലീനിയർ ആൻഡ് നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് റിഗ്രഷൻ കർവ് ഈ സ്ട്രൈറ്റ് ലൈൻ വേസ് ചെയ്താൽ വരയ്ക്കുന്നത് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നു. ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് മറ്റേ നോൺ ലീനിയർ റിഗ്രഷൻ എന്ന്. നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ if given Pavaratty data are plotted on a graph, the points so obtained on the scatter diagram will be more or less concentrate around a curve is called curve of regression. അങ്ങനെ കർവ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അതിനെ ലീനിയർ എന്നും, അതല്ല സ്ട്രൈറ്റ് ലൈൻ ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്. ഇഫ് എ കർവ് ഓഫ് റിഗ്രഷൻ ഈസ് നോട്ട് എ സ്ട്രൈറ്റ് ലൈൻ അല്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ എന്നും പറയുന്നു. അപ്പം നമ്മൾ കർവ് ഓഫ് റിഗ്രഷൻ വരയ്ക്കും. പോയിൻറ്റ്സൊക്കെ പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ കർവ് വരയ്ക്കുന്നു. ആ കർവ് വരയ്ക്കുന്നത് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ലീനിയർ എന്നും അല്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ എന്നും പറയുന്നു. ഇതൊക്കെയാണ് നമുക്ക് തിയറിയിൽ പറയാനുള്ളത് കേട്ടോ. ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള റിഗ്രഷൻ ഇക്വേഷൻസ്. റിഗ്രഷൻ ഇക്വേഷൻസ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് റിഗ്രഷൻ ഇക്വേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. റിഗ്രഷൻ ഇക്വേഷൻസ് രണ്ടെണ്ണാണുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിഗ്രഷൻ ഇക്വേഷൻ ഓൺ എക്സ് ഓൺ വൈയും റിഗ്രഷൻ ഇക്വേഷൻ ഓൺ വൈ ഓൺ എക്സുമാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ റിഗ്രഷൻ ഇക്വേഷൻ of y on x. Next രണ്ട് regression equation of x on y. രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ള. റിഗ്രഷൻ ഇക്വേഷൻ ഓൺ y on x ഉണ്ട്, റിഗ്രഷൻ ഇക്വേഷൻ ഓൺ എക്സ് ഓൺ വൈ. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ അതിൻ്റെ സമവാക്യം എഴുതി തരാം, എന്നിട്ട് നമുക്ക് കണക്കിലോട്ട് പോവാം കേട്ടോ. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. ആദ്യത്തെ ഒന്നാമത്തെ അത് കാണാനുള്ള സമവാക്യം വൈ ഓൺ എക്സ് ഈസ്, ശ്രദ്ധിക്കുക, വൈ മൈനസ് വൈ ബാർ സമം, ഇപ്പോൾ വൈ ഓൺ എക്സ് എന്ന് പറയുമ്പോൾ വൈക്കാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ വൈ മൈനസ് വൈ ബാർ സമം ബി വൈ എക്സ് എക്സ് മൈനസ് എക്സ് ബാർ. മനസ്സിലാവുന്നുണ്ടോ? റിഗ്രഷൻ ഇക്വേഷൻ ഓൺ വൈ ഓൺ എക്സ് എന്നുള്ളതിൽ പറയുന്നത് വൈ മൈനസ് വൈ ബാർ ബി വൈ എക്സ് എക്സ് മൈനസ് എക്സ് ബാർ. ഇനി അതിൽ ബി വൈ എക്സ് എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക. ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു n sigma xy minus sigma x into sigma y divided by n sigma x square minus sigma x whole square. ശ്രദ്ധിക്കുക. അപ്പോൾ ബി വൈ എക്സ് കാണാനുള്ള സമവാക്യമാണ്. അപ്പം നമ്മൾ വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ വൈ മൈനസ് വൈ ബാർ that is equal to byx x minus x bar എന്നുള്ള ഇക്വേഷനാണ് വരിക. എന്നിട്ട് അപ്പോൾ വൈ ഓൺ എക്സ് പറയുമ്പോൾ ഇവിടെ വൈക്കാണ് പ്രാധാന്യം. വൈ മൈനസ് വൈ ബാർ ബി വൈ എക്സ് എക്സ് മൈനസ് എക്സ് ബാർ. ഇനി വൈ ഓൺ എക്സ് കാണുമ്പോൾ അടിയിൽ എക്സ് ആണ് വരിക കേട്ടോ. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. വൈ ഓൺ എക്സ് കാണാൻ പറയുമ്പോൾ അടിയിൽ എന്താ ഒരു എക്സ് ആണ് വരിക കേട്ടോ. എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇനി നെക്സ്റ്റ് regression equation on x on y. y on x ആണ് അപ്പോൾ നമ്മൾ ചെയ്തത് അല്ലേ. ഇനി x on y, അപ്പോൾ എക്സിനാണ് പ്രാധാന്യം. പറഞ്ഞോളൂ. x മൈനസ് എക്സ് ബാർ ബി എക്സ് വൈ
y മൈനസ് വൈ ബാർ. എക്സ് ഓൺ വൈ വരുമ്പോൾ എങ്ങനെ വരിക? എക്സ് മൈനസ് എക്സ് ബാർ ബി എക്സ് വൈ വൈ മൈനസ് വൈ ബാർ എന്നുള്ളതാണ് വരിക കേട്ടോ. ഇനി ഈ ബി എക്സ് വൈ നമ്മൾ എങ്ങനെ കാണും? ബി എക്സ് വൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ അടിയിൽ വൈ ആണ് വരിക, ശ്രദ്ധിക്കുക. എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇതാണ് ബി എക്സ് വൈ കാണാനുള്ള സമവാക്യം. ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു, ബി എക്സ് വൈ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇവിടെ വൈ എക്സ് ആകുമ്പോൾ അടിയിൽ എക്സ് സ്ക്വയർ ആണ് വരിക, എക്സ് വൈ ആകുമ്പോൾ വൈ സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഇക്വേഷൻസ് പഠിക്കുക, പിന്നെ കണക്ക് ചെയ്യുക, അത്രേ ചെയ്യാനുള്ളൂ. അപ്പം നമുക്ക് ശ്രദ്ധിക്കുക, ഈ ചാപ്റ്റർ ഇന്നത്തെ ക്ലാസ്സിലിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ ആ കോറിലേഷനിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുന്നത് ചെയ്തു അല്ലേ? അതൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ അതേമാതിരി റിഗ്രഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് തുടങ്ങിയത്. അപ്പോൾ റിഗ്രഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് മെൻ ബൈ റിഗ്രഷൻ? എസ്റ്റിമേഷൻ ഓർ പ്രിഡിക്ഷൻ ഓഫ് unknown value of one variable from the known value of other variable. നമുക്കൊരു ഒന്നിൻ്റെ വാല്യൂ അറിയില്ല. അപ്പോൾ എക്സും വൈ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ അറിയാം, വൈയുടെ വാല്യൂ അറിയില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂവിൽ നിന്ന് വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തതിൽ നിന്ന് അറിയുന്നത് നമുക്ക് അറിയാത്ത സാധനം അറിയുന്നതിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യുക, തന്നെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ച് രണ്ട് തരത്തിൽ റിഗ്രഷൻ, സിമ്പിൾ ഓർ മൾട്ടിപ്പിൾ റിഗ്രഷൻ പറഞ്ഞു, ഡിപ്പെൻഡൻറ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷനും പറഞ്ഞു. സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ലീനിയർ എന്നും അല്ലെങ്കിൽ നോൺ ലീനിയർ എന്നും പറഞ്ഞു. പിന്നെ രണ്ട് റിഗ്രഷൻ ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. റിഗ്രഷൻ ഇക്വേഷൻ ഓൺ വൈ ഓൺ എക്സും റിഗ്രഷൻ ഇക്വേഷൻ ഓൺ എക്സ് ഓൺ വൈ. വൈ ഓൺ എക്സ് ആകുമ്പോൾ വൈ ആണ് തുടക്കം അല്ലേ? അപ്പോൾ വൈ മൈനസ് വൈ ബാർ ബി വൈ എക്സ് എക്സ് മൈനസ് എക്സ് ബാർ. ബി വൈ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ബി വൈ എക്സ് വരുമ്പോൾ അടിയിൽ എക്സ് ആണ് വരിക. എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇനി ബി എക്സ് വൈ എങ്ങനെ കണ്ടാ? എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ നോക്കുക, ഇക്വേഷൻസ് നല്ല രീതിയിൽ പഠിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണക്കുകൾ ചെയ്യാം, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ.